ചില സമയത്തും ഒരു മുള്ളെടുക്കാൻ മറ്റൊരു മുള്ളു മതി എന്ന് പറയുന്നത് പോലെ കാലിൽ കൊണ്ടു കയറിയ മുള്ള എടുക്കണം. നടന്നു പോകുമ്പോൾ ചെരുപ്പിടാതെ പോയപ്പോൾ കാലിൽ ഒരു മുള്ളു കൊണ്ട് കയറി, അതെടുത്ത് കളയാൻ നമുക്കൊരു ചെറിയ പിന്നോ ഒരു മറ്റൊരു മുള്ളോ മതി. കണ്ടകം കണ്ടകേനയവ എന്നൊക്കെ ഭാഗവതത്തിലൊക്കെ കാണാൻ പറ്റും. മുള്ളിനെ മുള്ളു കൊണ്ട് എടുക്കുക എന്നാണ്. കാലിൽ മുള്ളു കൊണ്ടാ ഉടനെ ആംബുലൻസ് വിളിച്ചു വരുത്തിയിട്ട് ആശുപത്രി പോകാറില്ല ആരും. 108 വിളിച്ചു, ആംബുലൻസ് വരുത്തി, അതിൻ്റെ മുകളിൽ കയറി കിടന്ന് അവിടെ ചെന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി കീറിയെടുക്കേണ്ട സംഗതിയൊന്നുമല്ല. ഒരു നിസ്സാരം ഒരു മുള്ള്. പണ്ടൊക്കെ ആണെങ്കിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പോണ വഴിയിൽ ഈ പാല നിപ്പുണ്ടാവും, കൂനൻ പാല. അതൊടിച്ച് 2 ഡ്രോപ്പ് അവിടെ അതിൽ ഇറ്റിക്കും. എന്നിട്ട് വേറെ ഒരു മുള്ള് അല്ലെങ്കിൽ അടുത്തുള്ള കൂട്ടുകാരിയുടെ ചോദിക്കും, നീ ആ പിന്നൊന്ന് തന്നേ. ആ പിന്ന് വാങ്ങി പതുക്കെ 4 പ്രാവശ്യം ഇങ്ങനെ തിക്കിയാൽ അതിങ്ങോട്ട് തള്ളിപ്പോരും. കഴിഞ്ഞു. വളരെ നിസ്സാരമായ ഒരു സൊല്യൂഷനാണത് എന്ന് കരുതി എല്ലായ്പ്പോഴും അത് പറ്റില്ല. നമുക്കൊരു വലിയൊരു അപകടമാണ് ഉണ്ടായതെങ്കിലോ, വലിയ മുറിവാണ്, ആഴത്തിലുള്ള മുറിവാണ്. അപ്പോൾ ഇതൊന്നും പറ്റില്ല. ഈ പറഞ്ഞ ഇതൊന്നും ചെയ്താൽ പോരാ, വേഗം മറ്റുള്ളവർ കൂടി നമ്മളെ എടുത്തു ആശുപത്രിയിൽ കൊണ്ടുപോകണം എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്കനുസരിച്ചിട്ടാണ് അതിൻ്റെ പ്രതിവിധികളും വരേണ്ടത്. ഇപ്പൊ അവതാരങ്ങളെ നോക്കിയാലും അങ്ങനെയാണല്ലോ. നമുക്ക് പരിചയമുള്ള ഭാഗവതത്തിൽ തന്നെയുള്ള അവതാരങ്ങളെ നോക്കിക്കോളൂ. പ്രഹ്ലാദന്റെ അടുത്ത് അല്ലെങ്കിൽ പ്രഹ്ലാദനെ രക്ഷിക്കുവാൻ വേണ്ടി ഹിരണ്യകശിപുവിനെ നിഗ്രഹിക്കാൻ എടുത്ത അവതാരം നരസിംഹാവതാരാണ്. ഭഗവാൻ എടുത്തത്, മഹാവിഷ്ണു എടുത്തത് നരസിംഹാവതാരാണ്. ആ പ്രഹ്ലാദന്റെ പുത്രൻ വിരോചനപുത്രൻ ബലി, അതായത് പ്രഹ്ലാദന്റെ പേരക്കുട്ടി. പ്രഹ്ലാദൻ അപ്പോഴും ഉണ്ട് അവിടെ മുത്തശ്ശൻ ആയിട്ട്. ആ പ്രഹ്ലാദന്റെ പേരക്കുട്ടിയായ ബലിയുടെ മുന്നിൽ ബലിയുടെ ദർപ്പത്തെ ശമിപ്പിക്കാൻ എന്തിനെ നരസിംഹം വരാത്തത്? വിഷ്ണു തന്നെയല്ലേ. എന്തിനെ അവിടെ വാമനനായി വന്നത്? അപ്പൊ 2 സിറ്റുവേഷനാണ് അവിടെ, 2 തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. അതിനെ കൈകാര്യം ചെയ്യാൻ പാകത്തിനുള്ള ഭാവത്തെ സ്വീകരിച്ചു എന്നേ അർത്ഥമുള്ളൂ. ബലിയുടെ മുന്നിൽ വലിയ വടിവാളും കൊടച്ചക്രമൊന്നും വേണ്ട. കാരണം അവന്റെ ഗർവാണ്, അവന്റെ അഹങ്കാരമാണ്. അതിനെ ശമിപ്പിക്കാൻ ആകപ്പാടെ 1.5-2.5 അടി പൊക്കത്തിലുള്ള വാമനൻ തന്നെ ധാരാളം. കുന്നോളം ഉയർന്ന ഗർവത്തിനെ ചവിട്ടി താഴ്ത്താൻ, ശമിപ്പിക്കാൻ അത്രേ വേണ്ടൂ. അപ്പൊ നമ്മളിലെ ആസുരീകത വലിയതായിട്ട് പർവ്വതീകരിക്കപ്പെടുന്ന അവസ്ഥയിൽ അതിനെ അമർച്ച ചെയ്യാൻ, അതിനെ ഇല്ലാതെയാക്കാൻ, ആ ഗർവത്തിനെ, അഹങ്കാരത്തെ ശമിപ്പിക്കാൻ അവിടെ ഈ ഒരു വൈഷ്ണവഭാവം. അപ്പൊ ഓരോന്നും അങ്ങനെയാണ്. ഭൂമിയെ ഉദ്ധരിക്കാൻ വരാഹമായിട്ട് വന്നു എന്ന് പറയുന്നത് പോലെ എല്ലാം വളരെ ഓരോന്നും പ്രതീകമായിട്ടാണ് എന്ന് കാണാൻ പറ്റും, സിംബോളിക് ആണ് എന്ന് കാണാൻ പറ്റും. വെറുതെ അല്ല. ഈ പൊതുവേ നമ്മൾ പുരാണ കഥകളെ കേൾക്കുമ്പോൾ അതിനൊരു ഏകീകൃത സ്വഭാവം തോന്നും. എല്ലാ പുരാണത്തിലെയും കഥകൾ, ഏതു പുരാണം എടുത്താലും അസുരനും ഉണ്ട്, ദേവനും ഉണ്ട്. ഇപ്പൊ ദേവി ഭാഗവതത്തിൽ മഹിഷാസുരന്റെ മുന്നിൽ മഹിഷാസുരനെ നിഗ്രഹിക്കാൻ ദേവി വന്നു എന്ന് പറയേണ്ടത് പോലെ, അല്ലെങ്കിൽ ശിവപുരാണത്തിൽ അന്ധകാസുരന്റെയോ ഒക്കെ അന്ധകാസുരനെയൊക്കെ നിഗ്രഹിക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ത്രിപുരന്മാരെ നിഗ്രഹിക്കാനായിട്ട് ശ്രീപരമേശ്വരൻ ആവിർഭവിച്ചു എന്ന് പറയുന്നത് പോലെ ഈ പുരാണത്തിൽ ഏറ്റവും ശക്തനായിട്ടുള്ള മറ്റൊരാള് ആണ് ശൂരപത്മൻ. ആ ശൂരപത്മാസുരനെ നിഗ്രഹിക്കാനായിട്ടാണ് സ്കന്ദന്റെ ആവിർഭാവം എന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ വ്യത്യാസം പൊതുവെ. അപ്പൊ ഇവിടെ ഈ ശക്തി ആർജിക്കുന്നതായിട്ടുള്ള ഈ ശൂരപത്മനും അനുജന്മാരും തന്റെ സൈന്യങ്ങളോടുകൂടി ലോകം മുഴുവൻ കീഴടക്കി എന്നാണ്. അപ്പൊ ഈ ലോകം എന്നാൽ ഇപ്പൊ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ പറ്റണമല്ലോ. അല്ലെങ്കിൽ പിന്നെ ഈ പുരാണം പ്രസക്തിയില്ലാത്ത സംഗതിയാണ്. ഇതൊക്കെ വെറും പുസ്തകങ്ങൾ മാത്രമാണ്. നമ്മൾ അലമാരിയിൽ വാങ്ങി വെക്കാറുണ്ട്. പുതിയ വീട്ടിലാണെങ്കിൽ പുതിയ ഷെൽഫായിരിക്കും, അത്രേ വ്യത്യാസമുള്ളൂ. പഴയ വീട്ടിലാകുമ്പോൾ പഴയ അലമാരിയാണ്. പുതിയ ഷെൽഫിലാണെങ്കിലും പഴയ അലമാരിയിൽ നോക്കിയാലും ഇങ്ങനെയുള്ള കുറേ പുസ്തകങ്ങൾ കാണാം. 35-40 വർഷമായിട്ട് തുറന്നു നോക്കാത്ത പുസ്തകങ്ങൾ ഒരു സ്ഥലത്തുനിന്ന് തന്നു.
ഒരമ്മ മാത്രമേ ഉള്ളൂ അവിടെ. ബാക്കിയുള്ളവരൊക്കെ കഴിഞ്ഞു, കുറെ പേരൊക്കെ നാട് വിട്ടുപോയി. ഈ വീട് ഇവരുടെ കാലശേഷം മിക്കവാറും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും. കാരണം നോക്കാൻ ആളില്ല. ഒരു ദിവസം അതുവഴി ഇങ്ങനെ പോയിട്ട് തിരിച്ചു പോരുമ്പോഴാണ് അമ്മ വിളിച്ചിട്ട് ഒരു വലിയ സൂട്ട് കേസാണ്, അന്നത്തെ പഴയ സൂട്ട് കേസ് ഉണ്ടല്ലോ, അത് തന്നിട്ട് അത് നിറച്ച് പുസ്തകമാണ്. തുറന്നു നോക്കിയപ്പോ വാത്മീകി രാമായണത്തിന്റെ 8 വോളിയം വ്യാഖ്യാനമാണ്. ഇന്ന് അതിന്റെ പ്രിന്റ് പോലും കിട്ടാനില്ല. പക്ഷെ അത് തുറന്ന് ഒരു പേപ്പർ മറിച്ചാൽ അതിന്റെ ഒരു കുറെ ഭാഗം കയ്യിൽ പറ്റിപ്പോരും. അത്ര പഴയതാണ്. അതായത് ആ 8 വോളിയത്തിനും കൂടി 4 രൂപയേറ്റേ ഉള്ളൂ. ഇതുപോലത്തെ ഒരു പുസ്തകത്തിന് ഇന്ന് കൊടുക്കണ 1000 രൂപ. ഇങ്ങനത്തെ 8 വോളിയം പുസ്തകത്തിന്റെ ആകെ വില 4 രൂപയാ. അപ്പൊ ഏത് കാലഘട്ടത്തിൽ അച്ചടിച്ചതാണെന്ന് ആലോചിച്ച് നോക്കൂ. ആ അമ്മയുടെ ഒരു പക്ഷേ പൂർവികർ വാങ്ങി വെച്ചിട്ടുള്ളതായിരിക്കാം. അപ്പൊ അവര് പറഞ്ഞു ഇത് ഇവിടെ ഇരുന്ന് നശിച്ചു പോവുകയാണ്, കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. കൊണ്ടുവന്ന് ഇപ്പോഴും അത് വെച്ചിട്ടുണ്ട്. തുറക്കാൻ പേടിയാണ്, കാരണം തുറന്നാൽ എടുത്താൽ വിട്ടുപോകും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പുസ്തകങ്ങൾ ഷോക്കേസുകളിൽ വെക്കാനും അത് തുറന്നു നോക്കാൻ നമുക്ക് സമയമില്ല. അത് എന്താണെന്ന്. അപ്പൊ ഈ പുരാണങ്ങൾ നമ്മളുടെ അടുത്ത് ചില കഥകളെ പുരാണങ്ങളിൽ കൂടി പറഞ്ഞു തരുമ്പോൾ അത് നമുക്കതിൻ്റെ ഉള്ളിൽ നിന്നും എന്തെങ്കിലും ഒരു പ്രയോജനം, ഒരു നേട്ടം എന്തെങ്കിലും മനസ്സിലാക്കാനുണ്ടോ? ഇതിനെ നമ്മൾ ബാഹ്യമായിട്ടൊക്കെ, അല്ലെങ്കിൽ ഇപ്പൊ പുരാണ യജ്ഞങ്ങളിൽ നമ്മൾ പതിവുണ്ട്, ഭാഗവതാണെങ്കിലും ഏത് പുരാണാണെങ്കിലും പ്രഭാതത്തിൽ ആരംഭിക്കുമ്പോൾ ഗ്രന്ഥ നമസ്കാരം ചെയ്യുക. അത് നമ്മുടെ ഒരു ആചരണമാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ് ഈ പൂർവ്വസൂരികൾ അങ്ങനെ ഒരു ആചാരം പറഞ്ഞു വെച്ചത്? അതിനോടൊരു ആദരവുണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഫലശ്രുതിയിൽ പറയും, ഭാഗവതമൊക്കെ ആണെങ്കിലും ദേവീ ഭാഗവതമൊക്കെ ആണെങ്കിലും ഏറ്റവും ഒടുവിൽ ഫലശ്രുതിയിൽ പറയുന്നുണ്ട്, ഈ ഗ്രന്ഥം വെച്ച് പൂജിച്ചാൽ പോലും അവിടെ മഹാമാരികളൊന്നും ഉണ്ടാവില്ല. അതൊക്കെ അതിനെ ആദരവോടുകൂടി കാണാൻ വേണ്ടി പറഞ്ഞ ഒരു ഉപായം മാത്രമാണ്. അല്ലാതെ ഇപ്പൊ ഈ നമ്മളൊരു പുസ്തകം വാങ്ങി പൊതിഞ്ഞ് പൂജാമുറിയിലോ അലമാരിയിലോ വെച്ചിരുന്നാൽ എന്താ ഉണ്ടാവുക? കുട്ടിക്കാലത്തുള്ള ഒരു അബദ്ധം, നമ്മളുടെ ഒരു ഇതുണ്ടായിരുന്നു. കുട്ടിക്കാലത്ത് പുസ്തകത്തിലും ബുക്കിലും ഒക്കെ മയിൽപ്പീലി കിട്ടിയാൽ വെക്കും, ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കും. അത് വേറെ ഒരെണ്ണം കൂടി ഉണ്ടാവും അത്രേ. എപ്പോഴോ ഉള്ളിൽ കടന്നുകൂടിയതായ ഒരു ധാരണയാണത്. അല്ലാതെ മയിൽപ്പീലി വീണ്ടും വേറെ ഒരെണ്ണത്തിനെ പ്രസവിക്കില്ല. കുറച്ചു കഴിഞ്ഞാൽ അതിന്റെ നാരുകൾ അടർന്നു പോകുന്നുള്ളതല്ലാതെ വേറെ ഒന്നും സംഭവിക്കാനില്ല. പക്ഷെ അതൊരു രസം, അങ്ങനെ വെക്കുക. ഈ പുസ്തകം അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ, പുസ്തകം തലയ്ക്ക് വെച്ച് കിടന്നുറങ്ങാൽ ഗുണമുണ്ടോ? നല്ല കട്ടിയുള്ളതല്ലേ, 2 എണ്ണം വെച്ചാൽ തലയെണ്ണയ്ക്ക് പകരം. അതുകൊണ്ട് നമ്മുടെ തലയ്ക്കകത്തേക്ക് എന്തെങ്കിലും കയറുമോ? ഒന്നുമില്ല. ഇതിൽ നിന്ന് തരുന്നതായ സന്ദേശങ്ങൾ കേൾക്കാനും വായിക്കാനും പഠിക്കാനും നമുക്ക് പറ്റാത്തിടത്തോളം ഇത് വെറും ഗ്രന്ഥങ്ങൾ മാത്രമാണ്, വെറും ടെക്സ്റ്റുകൾ മാത്രമാണ്. അതിപ്പോ മറ്റ് മാഗസിനുകളെ പോലെയോ അല്ലെ ആഴ്ച പതിപ്പുകളെ പോലെയോ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഈ പുരാണങ്ങളിൽ കൂടി നമ്മൾ അധികമായി കാണുന്ന കേൾക്കുന്ന ഈ ദേവ അസുര സങ്കല്പങ്ങളും യുദ്ധങ്ങളും ഒക്കെ തന്നെ നമ്മളുടെ ഉള്ളിൽ നടക്കുന്ന സംഘർഷങ്ങളാണ്. അതിനെ നമുക്ക് തിരിച്ചറിയാനും, നമ്മുടെ ഉള്ളിൽ ഒരു സംഘർഷം ഉണ്ടാവുമ്പോൾ നമുക്കതിനെ തിരിച്ചറിയാൻ കഴിയണം. പെട്ടെന്ന് നമുക്ക് ഇപ്പൊ ദേവീ മാഹാത്മ്യം പോലെയുള്ള ഉപാസനാ ഗ്രന്ഥങ്ങളിൽ അന്ന് എന്താ അവിടെ പറഞ്ഞത്? വിഷമമുണ്ടായപ്പോ സുരഥനെ പോലുള്ള ഒരാൾ എന്താ ചെയ്തത്? സുമേധസിനെ പോലുള്ളൊരു മഹാത്മാവിനെ ആശ്രയിക്കുക ചെയ്തത്. അദ്ദേഹം എന്താ അതിന് മറുപടി കൊടുത്തത്? ദേവീഭജനം ചെയ്യൂ എന്നാണ്. അപ്പൊ ദുഃഖം വരുമ്പോ, പ്രയാസം വരുമ്പോ അതിനെ തരണം ചെയ്യാൻ വേണ്ടത് ഈശ്വരഭജനമാണ്. അതിനുള്ള ഒരു മറുപടി അതാണ്, മറുമരുന്നതാണ് എന്ന് ഇത്തരത്തിലുള്ള കഥകളിൽ കൂടിയിട്ട് നമുക്ക് ഈ ഉപദേശരൂപേണ, അല്ലെങ്കിൽ ആ കഥയിൽ കൂടി അവരുടെ അനുഭവങ്ങളെ പറഞ്ഞു തന്നുകൊണ്ട് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അറിവുകൾ പകർന്നു തരുന്ന, നമ്മളുടെ ബുദ്ധിയെ, ഈ കഥാപാത്രങ്ങളൊക്കെ നമുക്ക് നോക്കിയാൽ കാണാം. ഈ കഥാപാത്രങ്ങൾ നമ്മൾ കുറച്ചൊരു ആഴത്തിലേക്ക് നമ്മൾ ഇറങ്ങാൻ തുടങ്ങിയാൽ ഈ കഥാപാത്രങ്ങൾ നമ്മളെ സ്വാധീനിക്കാൻ തുടങ്ങും. ഇപ്പൊ നോവലുകൾ വായിക്കുമ്പോൾ, കഥകൾ വായിക്കുമ്പോൾ, പുരാണം മാത്രമല്ല മറ്റുള്ളത് വായിക്കുമ്പോഴും അതങ്ങനെ ആഴത്തിൽ പഠിക്കുകയും വായിക്കുകയും ചെയ്യുന്നവർ പിന്നീട് ലേഖനങ്ങൾ എഴുതുമ്പോൾ കാണാം അവരെ സ്വാധീനിച്ച കഥാപാത്രങ്ങൾ. ഇതേപോലെയാണ് പുരാണ കഥാപാത്രങ്ങളും നമ്മുടെ ജീവിതത്തിൽ അവരുടെ കഥകൾ കേൾക്കുമ്പോൾ
പതുക്കെ പതുക്കെ അത് നമ്മളെ സ്വാധീനിക്കാൻ തുടങ്ങും.